ഹലോ, ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു കെട്ട് മല്ലിയില, പുതിനയില കുറച്ച്, ഒരു തക്കാളി. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഗീയും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു ഒനിയനും വറുത്ത് മാറ്റാം. അത് മൂന്നും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഓയിൽ നമുക്ക് ദമ്മിടുമ്പോഴും റൈസ് ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതുപോലെ നല്ലതുപോലെ വാടി വരണം. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും. മസാല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് വാടി വന്നാൽ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ഒന്നായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരി വയ്ക്കാനുള്ള വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, മല്ലിയില, പുതിനയില, ഗരം മസാല, കുറച്ച് ഓയിൽ എല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മസാലയായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഗരം മസാലയുടെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അരി ഇവിടെ ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൽ വെള്ളം ഊറ്റി ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ദമ്മിടാനുള്ള മിക്സിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് അരിയുടെ ടോപ്പിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് കൊടുക്കണം. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക് യു.